നമസ്കാരം എല്ലാവർക്കും. എഡിയോ മലുവിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കടലിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കോഴ്സിനെ പറ്റിയാണ്. ഈ കോഴ്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത് നിങ്ങൾ ഇതിനകത്ത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഇനിയൊരു കോവിഡ് കാലഘട്ടം വന്നാലും ഇനി ഏതൊരു വലിയൊരു മഹാമാരി വന്നാലും ജീവിതത്തിൽ ജോലി പോകാതെ ജീവിതത്തിൽ സസ്റ്റൈനബിലിറ്റി ആയിട്ടുള്ളൊരു ജോലി കിട്ടുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇനിയൊരു എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ആ ജോലി നിലനിൽക്കുകയും വേണം. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സിനെ പറ്റിയാണ് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അവസാനം വരെ കണ്ടിരിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഒരു കോഴ്സ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകുന്ന ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ ഉൾക്കൊള്ളുക, നിങ്ങൾ പൂർണ്ണമായിട്ട് മുഴുവൻ കോഴ്സുകൾ കാണും. അപ്പോൾ നമുക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ പറയാനായിട്ട് നമുക്ക് ജിയോമാക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടേഴ്സിനെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ക്ഷണിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ ജിയോമാക്സിൻ്റെ ഓണേഴ്സിനെ മാനേജിംഗ് ഡയറക്ടേഴ്സിനെ നമ്മൾ സ്വാഗതം ചെയ്യാണ്. നമസ്കാരം നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു മേഖല നിങ്ങൾ ഷിപ്പിംഗ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് വന്ന സമയത്ത് ഈ ഒരു കോഴ്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഈ കോഴ്സിൽ ഭാവി, കാരണം ഈ കാണുന്നവർക്ക് അവരുടെ മക്കളെ പാരൻസ് ഉണ്ട്, കുട്ടികളുണ്ട്. അപ്പം ഈ ഒരു കോഴ്സിൻ്റെ പ്രാധാന്യം അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം ലോജിസ്റ്റിക്സിൽ നിന്ന് ഇതെങ്ങനെ മാറി നിൽക്കുന്നു, ഇനി മുന്നോട്ട് വരുന്ന കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ ജോലി അവസരങ്ങൾ, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും. ഞങ്ങളൊക്കെ ഷിപ്പിംഗ് ഫീൽഡിൽ കുറച്ച് ഒരു 10-12 വർഷത്തോളം ജോലി ചെയ്തവരാണ്. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ടീം മെൻറ്റേഴ്സ് അവരൊക്കെ ഒരു അബോവ് 50-55 ഇയേഴ്സ് വരെ ഈ മേഖലയിലുള്ളവരാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈവൻ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ വന്നവരാണ്. അപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്ത കുറച്ച് വിഷയങ്ങളുണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരാനുണ്ടായ ഒരു കാരണം. അത് മെയിനായിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തായിരുന്നു, വിദേശത്ത് വർക്ക് ചെയ്തവരാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഇവിടെ ഒരു ഷിപ്പിംഗ് കമ്പനിയും പിന്നെ കുറച്ച് ബാക്ക് ഓഫീസ് ഓപ്പറേഷൻസ്, അതായത് മറ്റ് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഷിപ്പിംഗ് കമ്പനികളുടെ ബാക്ക് ഓഫീസ് ഞങ്ങൾ 1-2 എണ്ണത്തിൽ ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ കുറച്ച് കോൺടാക്ട്സ് വെച്ചു. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രോപ്പറായിട്ട് ഒരു ആളെ കിട്ടില്ല, ഒരു മാൻ പവർ എന്നുള്ള രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ തിരഞ്ഞപ്പോൾ ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവരോ പഠിച്ചിട്ടുള്ളവരോ, ഈവൻ ലോജിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാർ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോ ജോലി ചെയ്യാനുള്ള എബിലിറ്റിയോ ഉള്ള ആൾക്കാരെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഷിപ്പിങ്ങിന്റെ ബില്ലിങ്ങും കാര്യങ്ങളും അതും ബുദ്ധിമുട്ടായിരുന്നു. ആ ചിന്താഗതിയാണ് ജിയോമാക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഉരുവായത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ അക്കാഡമി ഈ ജിയോമാക്സ് കാണുന്ന ആ ഒരു നിങ്ങൾക്ക് ജോലിക്കാരില്ലാതെ വന്നു, അപ്പോൾ നിങ്ങളിത് തുടങ്ങി. കാരണം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഒരു കാഴ്ചപ്പാടല്ല, ഇവരുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിൽ ജോലിക്ക് ആളുണ്ടായിരുന്നില്ല. അവരുടെ കമ്പനി അവർ സ്റ്റാർട്ട് ചെയ്തു, ഷിപ്പിംഗ് മേഖലയിലുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആളില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഒരുപാട് സാധ്യതകൾ ഓപ്പൺ ആകുന്നു എന്നുള്ള കാഴ്ചപ്പാടിൽ, ആ തിരിച്ചറിവിലാണ് ഇവർ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി ഇവരുടെ ഏറ്റവും വലിയൊരു കൺസേൺ ഇതായിരിക്കും, ഈ കാണുന്നവരുടെ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഇപ്പം ജോലി ചെയ്യാൻ വേണ്ടി ഇപ്പം ഇവിടെ പഠിച്ചിറങ്ങിയാൽ എല്ലാവർക്കും ജോലി കിട്ടുന്നു? അതിനേക്കാൾ അപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആൾക്കാർക്ക് വരുന്നത്, ഇപ്പോൾ 1000 പേര് ഇവിടെ വന്ന് പഠിക്കുന്നു, ചിലപ്പോൾ 1000 പേർക്ക് നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കത്തില്ല നിങ്ങളുടെ കമ്പനിയിൽ വെളിയിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ജോലി സാധ്യതകൾ എത്രത്തോളം വലുതാണ്? ജോലി സാധ്യതകൾ അനന്തമാണെന്ന് വേണം പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഈ ലോകമുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഷിപ്പിംഗ് ഇത് രണ്ടും നിലനിൽക്കുന്ന ഒരു ഫീൽഡാണ്. കാരണം വെച്ചാൽ ഒരു മാനുഫാക്ചർ അടുത്തുനിന്ന് അടുത്തൊരു യൂസറിലേക്ക് ലോജിസ്റ്റിക്സിന് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. ഇപ്പം പോയിട്ട് നമ്മൾ ആക്ച്വലി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇ കോമേഴ്സ്, അല്ലെങ്കിൽ നമ്മളൊരു സാധനം ഓർഡർ ചെയ്യുന്നു. പണ്ട് നമ്മൾ നേരിട്ട് പോയി കടയിൽ പോയാണ് നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്തത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഫോൺ വെച്ചിട്ടാണ് അതിൽ ഓർഡർ. എൻഡ് ടു എൻഡ് ലോജിസ്റ്റിക്സ് ആണ് അതിനകത്തുള്ളത്. ഒരിടത്ത് മാനുഫാക്ചർ ചെയ്യുന്നു, അവിടുന്ന് ഷിപ്മെൻറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് വരുന്നു, അവിടുന്ന് B2B അടിച്ച് വേറൊരിടത്ത് വരുന്നു, അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് നമ്മളെ കയ്യിലേക്ക് വരും.
അപ്പം അത് ഒരു 4-5 നെറ്റ്വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മളിൽ ഈ സാധനം വരുന്നത്. പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാലഘട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ബ്രിട്ടീഷുകാരോ പോർച്ചുഗീസുകാരോ വന്നത് അവർ ആക്ച്വലി ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ വരുന്നത്, ചരക്ക് മൂവ്മെൻറ്റുമായിട്ട്. അത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഈ ട്രിവാൻഡ്രത്തുനിന്ന് തന്നെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പുതിയൊരു അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട് വരുന്നുണ്ട്, വിഴിഞ്ഞം പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരുവിധമുള്ള എല്ലാ കമ്പനികൾക്കും ഇവിടെ വന്നേ പറ്റുള്ളൂ. കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിൽ തിരുപ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നെറ്റ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ഏകദേശം 78 തൊട്ട് 80-85 എക്സ്പോർട്ടിംഗ് കമ്പനീസ് ഉണ്ട്, ഷിപ്പിംഗ് കമ്പനീസ് ഉണ്ട്. അവിടെയാണെങ്കിൽ ഒരു സീപോർട്ടും ഇല്ല, ഒരു എയർപോർട്ടും ഇല്ല. തൂത്തുക്കുടിയാണ് അടുത്ത പോർട്ട്, കോയമ്പത്തൂരാണ് അടുത്ത വരുന്ന എയർപോർട്ട്. അവിടെ പോലും 75-80 കമ്പനികൾ, ഇന്റർനാഷണൽ കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഇത് ഷിപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴും വിഴിഞ്ഞം പോലത്തെ ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ ഹാർബർ ഇവിടെ വരുമ്പോഴത്തേക്ക് ഊഹിക്കാതിനപ്പുറത്തായിരിക്കും എൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ 1960s സിംഗപ്പൂർ എന്ന് പറഞ്ഞൊരു രാജ്യം തന്നെ ഉണ്ടാവുന്നത്, മലേഷ്യയിൽ നിന്ന് വന്നിട്ട്. ആ സിംഗപ്പൂർ അവിടെ നിന്ന് ഏകദേശം ഇന്നത്തെ നിലയിലേക്ക് എത്തിയത് പ്യൂർലി അവരുടെ പോർട്ട് വഴിയാണ്. ആ പോർട്ട് അവർ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ആ സിംഗപ്പൂർ എന്ന് പറയുന്നത് ഇന്നിപ്പം വേൾഡിലെ ഏറ്റവും റിച്ചസ്റ്റ് കൺട്രിയിൽ ഒരെണ്ണമായിട്ട് മാറിയത്. അപ്പം അത്രയ്ക്ക് അനന്തമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്നത്. മെഡിക്കൽ ഫീൽഡ് എങ്ങനെ പോകുന്നോ, മെഡിക്കൽ ഫീൽഡ് ഓരോ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ പോകുന്നു, അതേപോലെ തന്നെയാണ് ഈ ഒരു ഷിപ്പിംഗ് മേഖലയിലും അത്രത്തോളം ജനങ്ങൾക്ക് ആവശ്യമുള്ള സംഭവമായിട്ട് മാറുകയാണ് ഷിപ്പിങ്ങും ലോജിസ്റ്റിക്സും. തീർച്ചയായിട്ടും. കാരണം ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഏരിയയുടെ വളർച്ച അവിടെ പുതിയ കമ്പനികൾ വരുമ്പോഴാണ്. ആ കമ്പനി വരുന്നതിനോടനുസരിച്ച് തന്നെ അവിടെ എക്കോണമിക് ഗ്രോത്തും ടോട്ടൽ ഓവറോൾ ഗ്രോത്താണ് ഒരു രാജ്യത്തിന് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിഴിഞ്ഞം പോർട്ട് വഴി കേരളത്തിന് വരുന്ന ഉന്നമനം പോലെ തന്നെയാണ് അവിടുത്തെ ഉള്ള ആൾക്കാർക്കും. ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ ആ കോഴ്സിലേക്കുള്ള എൻട്രി നിങ്ങൾക്ക് വരുന്നത് മുൻകാലത്ത് ഇനി മുന്നോട്ട് വരാൻ പോകുന്ന ജോലി സാധ്യതകൾക്കുള്ള സ്വപ്നലോകമാണ്. കാരണം ഒരു 70 കമ്പനി വന്നാൽ ആ 70 കമ്പനിയുടെ ഓപ്പണിങ്സ് അനന്തമാണ്, ഇഷ്ടം പോലെ ഓപ്പണിങ്സ് ആണ്. കാരണം ഇതിൻ്റെ പേപ്പർ വർക്ക് മുതൽ ഇതിൻ്റെ എല്ലാ മേഖലകളും എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കമ്പനിയിൽ തന്നെ 1000 വേക്കൻസികൾ ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു നിങ്ങളുടെ ഒരു സ്വപ്നമാണ് നിങ്ങൾ ആൾക്കാരെ കാണാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ കോഴ്സ് ലോജിസ്റ്റിക്സിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു? സാധാരണ ലോജിസ്റ്റിക്സ് എന്നുള്ള രീതിയിലാണ്, ലേബലിലാണ് ഇവിടുത്തെ കോഴ്സസ് ഓൾമോസ്റ്റ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോഴ്സിൽ ഷിപ്പിംഗ് എന്നുള്ള ഒരു ടെർമിനോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവിൽ ഒരു 4 മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ട്: സീ, എയർ, റെയിൽ, റോഡ്. ഇത് 4 കൂടെ ചേർന്നതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഷിപ്പിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മളിതിൽ ഈ ഷിപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സീ ആണ്. അത് ബിക്കോസ് ഓഫ് പോർട്ടാണ്. നമ്മുടെ അപ്കമിങ് പോർട്ടിൻ്റെ ഒരു ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളുടെ കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു കുറച്ചുകൂടെ മനസ്സിലാക്കണമെന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ആ സിലബസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കമ്പനിക്കകത്തുള്ള എന്തെല്ലാം ഡിവിഷൻസ് ഉണ്ട്, ആ ഡിവിഷൻസിൽ എന്തെല്ലാം സംഭവിക്കും, കണ്ടെയ്നർ മൂവ്മെൻറ്റ്സിനെ കുറിച്ച്, വെസൽ ഓപ്പറേഷൻസിനെ കുറിച്ച്, ഈവൻ ക്രൂ ചേഞ്ച്. നമ്മളിപ്പോൾ ഇവിടെ ഒത്തിരി കേട്ടതാണ് വിഴിഞ്ഞം റിലേറ്റഡ് ആയിട്ട് ക്രൂ ചേഞ്ച്. അതെങ്ങനെയാണ്, അതെന്തിനാണ്, ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളും അതൊക്കെ കുറച്ചൊരു വിശാലമായ ഒരു പഠനം തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളടുത്ത് നിന്ന് പഠിച്ചിട്ട് പോകുന്ന ഒരാൾ നെക്സ്റ്റ് ടൈം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരൊരു ജോലിക്കായി ട്രൈ ചെയ്യുമ്പോഴോ ഡെഫിനറ്റ്ലി അവർക്കത് കിട്ടണം എന്നുള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഉണ്ട്, അത് തന്നെ കുറച്ച് പിന്നെ ഒരു ഇൻറ്റേൺഷിപ്പ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ അതവർക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കാര്യങ്ങൾ ഉൾക്കൊള്ളാനും. അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവനൊരു ജോലിയിലേക്ക് കയറുമ്പോൾ അവൻ അറിയായിരിക്കും എല്ലാ കാര്യങ്ങളും. അതെ, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഒരു പാഠപുസ്തകം വന്ന് പഠിക്കുക അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല. നമ്മൾ വർക്കിംഗ് ഒരു ഓഫീസിൽ അവർ പോയി കഴിഞ്ഞാൽ എങ്ങനെ പെർഫോം ചെയ്യും, ഒരു ഡേ ടു ഡേ ബേസിൽ അവരെങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ ആ കുട്ടികളെ അതിലോട്ട് നമ്മൾ മോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ വർക്കിംഗ് എക്സ്പീരിയൻസ്, നമ്മൾ ഷിപ്പിങ്ങിൽ വർക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് കുട്ടികളിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ ഒരു കുട്ടി ഒരു ഇൻ്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ പെർഫോം ചെയ്യണം. അവരെങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, എങ്ങനെയുള്ള ആൻസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഓഫീസിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് നമ്മളൊരു ഇമ്പ്രഷൻ തന്നെ കുട്ടിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്.
പിന്നെ അവർക്ക് അവിടെ ജോബിൽ കയറി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാം. അപ്പം നമ്മളിതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഓവറോൾ ഒരു ഓഫീസിൽ എങ്ങനെ പെർഫോം ചെയ്യണം, ഒരു കുട്ടികൾ ഇവിടെ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് വരപ്പോഴും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും പാസ്സാവണം. നമ്മളെ കുട്ടികൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി ജോലി കിട്ടിക്കഴിഞ്ഞാലേ നമുക്കിതൊരു ലോങ് ടേം ഒരു പ്രയോജനമുള്ളൂ. നമ്മുടെ വിഷൻ തന്നെ അതാണ്. മാക്സിമം ഇതൊരു കരിയർ ഓറിയൻറ്റഡ് കോഴ്സാണ്. നമ്മളിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ മാക്സിമം ജോലി വാങ്ങിച്ചു കൊടുക്കുക. ഈ ജോലി വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ നമുക്കും ഒരു നിലനിൽപ്പുള്ളൂ. തീർച്ചയായും. മാത്രമല്ല നമ്മൾ ഇതൊരു ബിസിനസ് എന്നതിനൊക്കെ ഉപരി ഒരു പാഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത് ശരിക്കും. അല്ല, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖലയെ പറ്റി വീഡിയോ എടുക്കണമെന്ന് തീരുമാനിച്ച സമയത്ത് നിങ്ങളെ തന്നെ ബന്ധപ്പെടാനുണ്ടായ കാരണം നിങ്ങൾക്ക് വന്ന ഒരു സ്കേഴ്സിറ്റിയെ നിങ്ങളൊരു കോഴ്സാക്കി മാറ്റി. കാരണം നിങ്ങളവിടെ ചിന്തിച്ചത് ഈ മേഖലയിൽ ഇത്രത്തോളം വൈഡായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എന്തുകൊണ്ട് 10 കുട്ടികളെ അത് പഠിപ്പിച്ചുകൂടാ. ആ ചിന്താഗതി നിങ്ങളുടെ ബിസിനസ് അല്ല എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബിസിനസ് ഉള്ളവർക്ക് അത് എവിടെയെങ്കിലും 10 പിള്ളേരെ എടുത്താൽ മതി. ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് അവിടെ പഠിപ്പിക്കാൻ സമയം കളയേണ്ട കാര്യമില്ല. അയാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അവിടെ പോയി ഇരുന്ന് കുറേ സമയം മെനക്കെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഷിപ്പിംഗ് കമ്പനിയും കൊണ്ട് മുന്നോട്ട് പോയാൽ മതി, 10 പിള്ളേരെ എവിടെയെങ്കിലും ഹയർ ചെയ്ത്. പക്ഷേ നിങ്ങളുടെ വിഷൻ വളരെയധികം ഓപ്പൺ ആയതുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾ 10 പേര് അവരുടെ ലൈഫിൽ രക്ഷപ്പെടണമെന്നുള്ള ആറ്റിറ്റ്യൂഡാണ് നിങ്ങളെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൂടെ ചിന്തിപ്പിച്ചത്. തീർച്ചയായിട്ടും വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ലോജിസ്റ്റിക്സും ഷിപ്പിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ ജോലി സാധ്യതകൾ മനസ്സിലായി. നമ്മുടെ വിഴിഞ്ഞത്ത് വരാൻ പോകുന്ന ഈ ഒരു പോർട്ട് കൊണ്ട് ഓപ്പണിങ്സും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിൽക്കുന്നത്, ഇന്ന് എല്ലാ പാരൻസും +1 +2 കഴിയുമ്പോൾ തന്നെ അവരുടെ കുട്ടികളെ ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സിലേക്ക് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഈ കോവിഡ് കാലഘട്ടം ആൾക്കാരെ ഒരുപാട് ചിന്തിപ്പിച്ചു. കാരണം വെറുതെ കുറേ 4 വർഷത്തേക്ക് ഡിഗ്രി പഠിക്കാതെ അല്ലെങ്കിൽ 3 വർഷത്തെ ഡിഗ്രി പഠിക്കാതെ അവരുടെ ജീവിതത്തിൽ ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് പഠിച്ചു, ജോലി കിട്ടി, ഒരു 10 വർഷം 15 വർഷത്തേക്ക് അവർക്കൊരു സെറ്റിൽമെൻറ്റ് പ്ലാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ ഡിസൈൻ ചെയ്തേക്കുന്നത് +2കാർക്ക് പഠിക്കാനായിട്ട് സാധിക്കുമോ? ഡിഗ്രി ഉള്ളവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോഴ്സിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് ശരിക്കും നമ്മൾ +2 അബോവ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് പഠിച്ചു കഴിഞ്ഞാലും ഇവർക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഒരു ഡിഗ്രി ലെവലാണ് കൂടുതലും നല്ലത്. ഇപ്പോൾ പലരും +2 ഫെയിലായവരോ +2 ബിലോ +2 എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു കരിയർ ഗ്രോത്ത് കൂടെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ +2 അബോവ് +2 ഇനി +2 പാസ്സായിട്ട് നിൽക്കുന്നവരോ അത് കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഡിഗ്രി ലെവലോ +2 നമ്മൾ ലിമിറ്റ് ചെയ്യുന്നില്ല, അബോവ് +2 ആണ് പറയുന്നത്. ഓക്കെ, ഒരു ബികോം ഒക്കെ പഠിച്ച കോമേഴ്സ് ലെവലിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും മികച്ചതായിരിക്കും. അത് ഒരു കമ്പനി കയറി കഴിഞ്ഞാൽ വളരെ കരിയർ ഗ്രോത്ത് വളരെ നല്ലതാണ്. പിന്നെ അറിയാമല്ലോ ഇതൊരു ഇൻ്റർനാഷണൽ ട്രേഡാണ്. അപ്പോൾ അത് ആ ഒരു ലാംഗ്വേജും മറ്റു കാര്യങ്ങളും ഒക്കെ അത് നമ്മൾ ലാംഗ്വേജ് കുറച്ച് ട്രെയിനിങ് കൊടുക്കുന്നു. സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഒന്നുമല്ല, ഇതിൽ കൂടെ ഒരു ആഡ് ഓൺ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സസ്. പിന്നെ ആഡ് ഓൺ ആയിട്ട് നമ്മൾ സാപ്പ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് സാപ്പ് എടുക്കാം. അവർക്ക് എന്ത് വേണം നമ്മൾ മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്യും. ജോലി നേടിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ജോബ് അസിസ്റ്റൻസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. എല്ലാ കാര്യത്തിലും നമ്മുടെ പിന്തുണ ഉണ്ടായിരിക്കും അവർക്ക്. അല്ല, ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പഠിത്തത്തിനോടൊപ്പം തന്നെ അവർക്ക് ജോലി സാധ്യതകൾ ഓപ്പണിങ്ങിലേക്ക് നിങ്ങൾ ഇത് ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നു. ഇൻറ്റേൺഷിപ്പ് പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് ബേസ് ഇല്ല. എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ സാധിക്കും, പക്ഷേ അവന് പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കാൻ അവനൊരു ഓപ്പണിംഗ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം അവർ 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് ഒരു 6 മാസം ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ അവന് മനസ്സിലായി ഞാൻ പഠിച്ചത് എന്താണ്. കാരണം പ്രാക്ടിക്കലി ചെയ്ത് പഠിച്ചു. ആ പഠനത്തിലൂടെ അവന് ഏതൊരു ഇൻ്റർവ്യൂവിന് പോയാലും അവൻ ഉറപ്പായിട്ട് സക്സസ് ആവും. അതിനുള്ളത് നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് സ്കില്ലിനുള്ളത് കൂടെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ 100% അവൻ്റെ ഇൻ്റർവ്യൂ വഴി അവൻ അച്ചീവ് ചെയ്യുമെന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഷിപ്പിംഗ് കമ്പനി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് വരുന്ന പുതിയ ന്യൂനത മാറ്റങ്ങൾ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് പഠിപ്പിക്കാൻ സാധിക്കുന്നു. അത് വലിയൊരു കാര്യം. സിലബസും അപ് ടു ഡേറ്റ് ആണ്, അപ്ഡേറ്റഡ് ആണ്. അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. മനോജ് പറഞ്ഞ പോലെ +2 കഴിഞ്ഞവർക്ക് നമ്മൾ ഡിപ്ലോമ കോഴ്സസ് ആണ് ഈ മെയിൻ ആയിട്ടുള്ള സപ്ലൈ ചെയിനും ഈ ലോജിസ്റ്റിക്സും ഷിപ്പിങ്ങും ബില്ലിങ്ങും എല്ലാം പഠിപ്പിക്കുന്നത്. ഈവൻ സാപ്പ് വരാൻ അത് കൂടി. 10th കഴിഞ്ഞവർക്കും ലൈക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ലുല്ലു അങ്ങനെ ഒരുപാട് പേർക്ക് ഈ
റീറ്റെയിൽ മാനേജ്മെന്റ് അതിൻ്റെ തന്നെ ചെറിയ തോതിലുള്ള ലോജിസ്റ്റിക് അപ്പോൾ അതിന് ഒരു നമ്മളൊരു 3 months കോഴ്സ്, അതായത് ആക്ച്വലി അവർ ഈ കോഴ്സ് പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ജോലി കിട്ടാമായിരിക്കും. പക്ഷേ അവിടെ ചെന്ന് ഫസ്റ്റ് ഡേ ചെന്നിട്ട് ഞാൻ ഇനി അവിടെ എന്താണ് ചെയ്യേണ്ടത് നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവില്ല. നമുക്ക് ഇതാണ് എൻ്റെ ഡ്യൂട്ടി, എനിക്ക് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കോഴ്സ്, ഐ മീൻ ഒരു മോഡ്യൂൾ ക്രാഷ് കോഴ്സ് ആയിട്ട് നമ്മൾ അതും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കുറച്ച് പേര് ടൈ അപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഓക്കെ ഈ കോഴ്സ് പഠിച്ചവരാകുമ്പോൾ മറ്റേതിനെ കാട്ടി എളുപ്പമാണ്, മുൻഗണന നമുക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതുപോലെ തീർച്ചയായിട്ടും ഒരു വെറും 10ാം ക്ലാസ്സുകാരനായിട്ട് ചെല്ലുമ്പോൾ ഉള്ള സാലറി പാക്കേജും ഒരു ക്രാഷ് കോഴ്സ് പഠിച്ചിട്ട് ചെല്ലുന്നുള്ള സാലറി പാക്കേജും തമ്മിൽ ഒരുപാട് ആനയാടിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ജോബ് കിട്ടാനും അതിലും അത് മാത്രമല്ല നമ്മുടെ ഒരിടത്ത് എൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും പെർഫോമൻസ് മാത്രമല്ല, നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസിപ്ലിനൂടെ വരുമെന്നാണ്. കാരണം പഠിക്കുമ്പോൾ നമ്മൾ ആ ജോബ് ക്രൈറ്റീരിയ എന്താണ്, ആ ജോലിയുടെ രീതികൾ എന്താണ്, ആ ജോലിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനിൽ അത് ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരും. ഡിസിപ്ലിൻ മുതൽ അവൻ്റെ ചിന്താഗതി, അവൻ്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കണം. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ഇവിടെ ഓപ്പണിങ്സ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു ലോജിസ്റ്റിക്സ് മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജിയോ മാക് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന് ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ സ്ക്രോളിങ്ങിൽ നമ്പേഴ്സ് പോയിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്തുക. ഇനി കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അറിയേണ്ടത് ജിയോ മാക് എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ 3 പേര് നടന്നപ്പോൾ നിങ്ങളുടെ ഒരു വിഷൻ എന്താണ്? വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ മേഖല, ആക്ച്വലി പുതിയ മേഖലയല്ല, വർഷങ്ങളായിട്ടും നൂറ്റാണ്ടുകളായിട്ടും ഉള്ളൊരു മേഖല. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്ക് എന്തോ പറയാം, ട്രിവാൻഡ്രം അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഈ മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അപ്പം പുതിയ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതലുള്ള ഒരു മേഖല നമ്മൾ ആൾക്കാരിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ട്രഡീഷണൽ ജോബ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ്, അനന്തമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ആൾക്കാരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അപ്പം അതിലൂടെ ആൾക്കാർക്ക് ജോബ് നേടുക, നല്ലൊരു കരിയർ ഉണ്ടാക്കുക. അപ്പം അങ്ങനെ കിട്ടുന്ന ഒരു സന്തോഷത്തിൽ നമുക്കൊരു ഭാഗമാകാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചെറിയൊരു വിഷൻ. അല്ല, ആ ഒരു വിഷൻ നല്ലതാണ്. കാരണം നിങ്ങൾ വളരുന്നതിനോടൊപ്പം തന്നെ കുറേ ആൾക്കാരെ കൈപിടിച്ച് വളർത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. സ്വപ്നം കാണുമ്പം മറ്റൊരാളുടെ കൈപിടിച്ച് സ്വപ്നം കാണാൻ സാധിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു ചിന്താഗതിയാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റുള്ള വിഷനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മനോജ് ഭായി എന്ന് പറയാം. അതായത് നമുക്ക് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോജിസ്റ്റിക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് ഗവൺമെൻറ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ റോഡ് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടോപ്പ് ടു ബോട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ കാശ്മീർ മുതൽ കന്യാകുമാരി എന്ന് പറയുന്നത് വരെ അതുപോലെ ആ ഒരു മേഖലയിൽ റോഡിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ശരിക്കും ഇതെല്ലാം ലോജിസ്റ്റിക്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ലോജിസ്റ്റിക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ പോർട്ട് വരുന്നുണ്ട്, അപ്കമിങ് ആയിട്ടുള്ള പോർട്ടാണ്. അപ്പോൾ ഇതിലെല്ലാം വരുന്ന അനന്തമായ ജോലി സാധ്യതകളാണ്. ഒത്തിരി സാധ്യതകൾ വരും, ഒത്തിരി ഓപ്പണിങ്സ് വരും. ഒരു പോർട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മറ്റ് കമ്പനികൾ, എല്ലാ ലോകത്തുള്ള വലിയ കമ്പനികളുടെ എല്ലാം ഒരു കോപ്പി വരും. അതിനോടനുബന്ധിച്ച് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക്, നമ്മുടെ വരുന്ന ജനറേഷനിലേക്ക് എത്തിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു ബോധവാന്മാരല്ല. അവരൊന്ന് ബോധവൽക്കരിക്കുക. അതിലൂടെ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് നമ്മൾ അലയാതെ നമ്മുടെ രാജ്യത്ത് തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ജോലിയുടെ ആ മേഖല നമ്മളിലേക്ക് എത്തിക്കുക, നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആണ് ഒരു ബിസിനസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബിസിനസ്സിനേക്കാൾ ഉപരി ഞങ്ങളുടെ ഒരു ലക്ഷ്യം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും ചീപ്പസ്റ്റ് മാനുഫാക്ചറിങ് കൺട്രി ആയിട്ട് മാറുന്നത്. ചൈനയ്ക്ക് പിന്തള്ളിയിട്ട് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ലേറ്റസ്റ്റ് സ്റ്റഡി വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കമ്പനികളെല്ലാം ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചൈനയിൽ നിന്നും വിയറ്റ്നാമിലും ബംഗ്ലാദേശിലൊക്കെയും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ യൂണിറ്റ്സുകളൊക്കെ ഏകദേശം വരാൻ പോകുന്നത് ഇനി ഇന്ത്യയിലോട്ട്. അപ്പോൾ അത് ഇന്ത്യ വന്നിട്ട് ഇന്ത്യയിൽ മാത്രം വെച്ചാൽ പോരല്ലോ, ഇന്ത്യയിൽ നിന്നും ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ അണ്ടർലൈൻ വേർഡാണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അത്രയും ആയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മനോജ് പറഞ്ഞ പോലെ ഒരു വർഷം 60,000 കിലോമീറ്റർ റോഡ് എന്തോ ആണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ലോജിസ്റ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ആ ഓപ്പർച്യൂണിറ്റി നമ്മളും കൂടെ നമുക്കറിയാവുന്നവർ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളോട് നിന്ന് അത് ലോകത്തിലേക്ക് സംഭാവന ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടുള്ളൊരു വിഷയം. ഇനി അവസാനമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിച്ചപ്പം നിങ്ങളുടെ വിഷൻ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു.
മറ്റൊരാൾക്കും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ കാണുന്ന പ്രേക്ഷകർ ജിയോ മാക്സിനെ തിരഞ്ഞെടുക്കുക? അത് ഞങ്ങൾ ഇത്രയും സമയം പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഫീ സ്ട്രക്ചർ, പിന്നെ ഇതിൻ്റെ ഫാക്കൽറ്റീസ്, ഇത്രയും ഒരു പാക്കേജാണ്. ഈ പാക്കേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫാക്കൽറ്റീസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻറ്ററായിട്ടുള്ള മിസ്റ്റർ വേണുഗോപാലൻ സാറിൻ്റെ എല്ലാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വാല്യുബിളാണ്. അതുപോലെ വേണുഗോപാലൻ സാർ മാത്രമല്ല മറ്റുള്ളവരെയും നമ്മൾ ഇങ്ങനെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതർ ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പോൾ വേണുഗോപാൽ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് ഇതിൻ്റെ സിലബസ് എല്ലാം എഴുതുന്ന ഒരാളും കൂടെയാണ്, ടെക്സ്റ്റ് എല്ലാം എഴുതുന്ന ആളാണ്. അബവ് 50 ആണ്, 55 ഇയേഴ്സോളം ഉണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരച്ച് കലക്കി പഠിച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു മേഖലയെ പറ്റി ക്ലാസ് എടുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് വ്യക്തമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. ഒരു 25 ഇയർ മോർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ക്ലാസ് ആകുമ്പോൾ തന്നെ മണിക്കൂറിന് ലക്ഷങ്ങൾ കൊടുക്കാൻ ആൾക്കാർ റെഡിയാവും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ സ്ട്രക്ചർ അതാണ് അഫോർഡബിൾ ആയിട്ടുള്ള ഫീ സ്ട്രക്ചർ. പിന്നെ ഈ പറഞ്ഞ കണക്കുള്ള ആ ഒരു പാക്കേജ്, ആ ഒരു കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും ഒരാളിന്, അത് ചൂസ് ചെയ്യുന്ന ഒരാളിന്. എനിക്ക് തോന്നുന്നില്ല അത് മറ്റുള്ള അങ്ങനെ ഒരു ഫീ സ്ട്രക്ചറൊക്കെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ല. അത് ആർക്കും കൊടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഫെസിലിറ്റീസ് മിസ് ജാക്സൺ കണ്ടിട്ടുണ്ടാവണം നമ്മുടെ എന്താണ്. അപ്പോൾ ആ ഒരു നീറ്റ്നെസ്സും എല്ലാം നമ്മളുടെ പ്രവൃത്തിയിലും ഉണ്ടാകും. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്കിപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്, ഇപ്പം ഞാൻ ഇന്ന് ഈ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇന്ന് ആൾക്കാർക്ക് എല്ലാവരുടെയും ഒരു ബോധ്യമാണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ പോയാൽ കാശുണ്ടാക്കാം. അപ്പോൾ ഈ മേഖലയെപ്പറ്റി ഒരു ധാരണയും ഇല്ലാത്ത ആൾക്കാരാണ് സാധാരണയായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇടുന്നത്. അയാൾക്ക് ഈ മേഖലയിൽ എന്താണ് നടക്കുന്നത്, എന്താണ് ഇവിടെ ഈ ഒരു മേഖലയിൽ സാലറി പാക്കേജ് എന്താണ്, എവിടേക്കാണ് ജോലി സാധ്യത, ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഈ ഓരോ പല മേഖലകളിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത്. പക്ഷേ നിങ്ങൾ വ്യത്യസ്തരാണ്. നിങ്ങൾ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് നേടിയ മേഖലയിൽ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് കുട്ടികൾക്ക് എന്ത് കൊടുത്താലാണ് അവൻ്റെ ജീവിതത്തിൽ അവന് കരകയറാൻ പറ്റുന്നത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഈ മേഖലയെപ്പറ്റി പൂർണ്ണമായിട്ട് അറിയാം, ഈ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ പറ്റി അറിയാം. അപ്പോൾ അതാണ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് പരസ്യം കുറവാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരസ്യം കുറവാണ്. കാരണം ഞാൻ നിങ്ങളെ ഇവരുടെ പുറകെ നടന്നിട്ടാണ് ഇവർ വീഡിയോയിലേക്ക് വരാമെന്ന് തന്നെ തീരുമാനിച്ചത്. ഞാനാണ് ഇവരോട് എന്നിട്ട് പറഞ്ഞു ജാക്സൺ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അല്ലാതെ വീഡിയോ ചെയ്തോളൂ. ഞാനാണ് ഇവരെയും കൊണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വിഴിഞ്ഞം പോർട്ടിനടുത്താണ്. നമ്മുടെ ഇവിടുന്ന് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഇവർ നമുക്ക് വേണ്ടി മെനക്കെട്ട് വന്ന് നമുക്ക് വേണ്ടി ഇവിടെ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ മക്കളെ ഇവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്ക് പുതിയൊരു സ്വപ്നം കാണാനും അവർ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്താനും ഇവർക്ക് സാധിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജിയോമാക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇവരെ വിളിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഇവർ നിങ്ങൾക്ക് എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുന്നതായിരിക്കും. അപ്പോൾ ഇത്രത്തോളം എന്നോട് സഹകരിച്ചത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾക്ക് 3 പേർക്കും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഒരുപാട് നന്മകൾ ദൈവം തരട്ടെ. നിങ്ങൾ മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.